അതിപ്പോ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർ വളരെ റെസ്പെക്ട്ഫുള്ളി നമ്മളെ വിളിച്ചിട്ട് കുറച്ചു നേരം എന്നെ കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ആങ്കർ ചെയ്യുന്നുണ്ട്, ഞാൻ ടോപ്പ് സിംഗറിൽ ആങ്കർ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് ടോപ്പ് സിംഗറിൽ എത്തുന്നത്. അപ്പം അവിടെ എല്ലാ ആൾക്കാരും എനിക്ക് എന്റെ വീട്ടിലെ പോലെയാ. അപ്പൊ എനിക്ക് എന്തും പറയാം, ഞാനിങ്ങനെ ബ്ലാ 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 എന്ന് സംസാരിക്കും. കാരണം അവര് വളരെ സത്യസന്ധമായിട്ടൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ച് അത് ഇടയ്ക്ക് കയറി ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വലിയൊരു പൃഥ്വിരാജ് വേണം. അപ്പൊ ഞാൻ ആ വീഡിയോ സേവ് ചെയ്ത് വെക്കും. ഞാൻ അവർക്ക് രാജ്യങ്ങൾ എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം കൊച്ചുകുട്ടികളോട് അഭിനയിക്കുമ്പോ ഞങ്ങള് കുട്ടികൾ തെറ്റിക്കുക, അപ്പൊ നമ്മൾ സാരല്ല മോളെ കുഴപ്പമില്ല ഒന്നുകൂടെ ചെയ്യാ. ഇതിപ്പോ നമ്മൾ തെറ്റിച്ചിട്ട് ആ കുട്ടി സാറിന് ചേട്ടാ വളരെ ഇഷ്ടമുള്ള ലാലങ്ങളുടെ കൂടെ നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സമയത്ത് ആ മുഖത്ത് വരുന്നതിന്റെ റിയാക്ഷനെ സ്വാഭാവികമായിട്ട് നമ്മുടെ മുഖത്ത് വരും. അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത് അതാ. ഞാൻ ടൈം പാസ് ആണ് നമ്മുടെ സമയം വേഗം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഇൻസ്റ്റഗ്രാം ഒക്കെ ഈ റീൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ FB കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കാര്യങ്ങളെ പറ്റി അറിയാനും എന്തൊക്കെ നടക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളെ പറ്റിയൊക്കെ അറിയാനും ഒക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു ഫോട്ടോ മിസ്യൂസ് ചെയ്യുന്നതോ അങ്ങനെ ഒന്നും അതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല. അപ്പൊ അതിന് പേരിൽ അന്നും ഞാൻ വേണ്ട പോലെ മൂവ് ചെയ്തിട്ടുണ്ട്, ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്, ഇന്നും അത് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. ഹിസ്റ്ററി ആഫ്റ്റർ ലൈക്ക് ലോഡ് ഓഫ് ഇയേഴ്സ് മീനാക്ഷി ഇല്ല ഈ ലോകത്ത്. ആ സമയത്ത് ഹിസ്റ്ററിയിൽ കുട്ടികൾ മീനാക്ഷിയെ പറ്റി പഠിക്കുകയോ എന്തെങ്കിലും ഹിസ്റ്ററി വാണ്ട്സ് ടു ബി you want to be seen in the history as what dash. എന്താ പറയാ, എന്ത് ആഗ്രഹം വേണം പറഞ്ഞു. എന്താന്നറിയാമോ, ഇതൊക്കെ നല്ല കാര്യങ്ങളാ. അപ്പൊ എനിക്കിങ്ങനെ കൊറേ ചിന്തകളെല്ലാം കൊറേ എന്നുവെച്ചാൽ നമുക്കിങ്ങനെ കുറച്ചു നേരം ആലോചിച്ചിട്ട് അങ്ങനെ പറയാൻ തോന്നുന്നു. ചുമ്മാ സംസാരിക്കുമായിരുന്നെങ്കിൽ കൊറേ എന്തൊക്കെയോ വരുന്നുണ്ട്. എന്നെ ആരും ഭയങ്കര ഇങ്ങനെ റോൾ മോഡൽ ആയിട്ട് പറയുന്നതോ അങ്ങനൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോ മേ ബി ആർക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ അതിനൊരു സിറ്റുവേഷൻ വേണ്ടേ? ഇപ്പൊ ഹിസ്റ്ററിയിലൊക്കെ ഇപ്പൊ നമ്മളെ എങ്ങനെയെങ്കിലും കാണണമെങ്കിലോ അങ്ങനെയൊക്കെ. അങ്ങനെ എന്ത് സിറ്റുവേഷനോ മീനാക്ഷിക്ക് ആഗ്രഹം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മേ ബി ഒരു നല്ല സൈക്കോളജിസ്റ്റ് ആയിരിക്കും. കാരണം എനിക്ക് സൈക്കോളജി എടുക്കാനായിരുന്നു ഇഷ്ടം. ഞാൻ പണ്ട് മുതലേ നന്നായി സംസാരിക്കുന്ന കൂട്ടം. നന്നായി മീൻസ് നല്ല രീതിയിലല്ല, ഞാൻ കുറെ സംസാരിക്കുന്ന ആളാ. അപ്പോ എനിക്ക് മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കാനും അവരെ കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ഇന്റർവ്യൂസ് വരുന്നതിന് ശേഷം അതിനു മുന്നേ എന്റെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ വന്നു തുടങ്ങുന്നതിന് ശേഷം എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഒക്കെ ഇങ്ങനെ വരും. ചേച്ചി എന്റെ അടുത്ത് കുറച്ചു നേരം സംസാരിക്കും, അല്ലെങ്കിൽ എന്റെ അതേ പ്രായത്തിലുള്ള ആൾക്കാരായിരിക്കും. അതിപ്പോ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർ വളരെ റെസ്പെക്ട്ഫുള്ളി നമ്മളെ വിളിച്ചിട്ട് കുറച്ചു നേരം എന്നെ കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊരു ഉറപ്പുണ്ടാവുമല്ലോ, നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സേഫ് ആണ്, നമ്മളത് മറ്റൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യില്ല. അവർക്കൊരു സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിലും അവർക്കിത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സമാധാനമാണ് എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് ഞാൻ ഹാപ്പി ആവാറുണ്ട് അത് കാണുമ്പോൾ. അപ്പൊ എനിക്ക് പണ്ടും സൈക്കോളജി എടുക്കണം എന്നായിരുന്നു. പക്ഷെ നമുക്കറിയാം ഞാൻ ഇതിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞ് ഇതിന് കുറെ പ്രാക്ടിക്കൽ സെഷൻസും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെടുത്തു കഴിഞ്ഞ് എനിക്ക് ഇതും ഇല്ല അതും ഇല്ലാത്ത അവസ്ഥയായിപ്പം. അതുകൊണ്ട് ഞാൻ അത് ചൂസ് ചെയ്തിരുന്നില്ല. അങ്ങ് പോണം. അപ്പൊ അത് രണ്ടും ഇല്ലാത്തൊരു കാര്യമായിപ്പോ. ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാൻ പഠിക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോ എല്ലാവർക്കും വളരെ ചെറിയ പ്രായത്തിൽ അങ്ങനെ പറ്റിയെന്ന് ഈ വർക്ക് എന്ന് വെച്ചാൽ ഞാൻ ഫിസിക്കലി ഭയങ്കര വർക്ക് അല്ലാതാനും ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഞാൻ ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം ആണ്. അപ്പൊ ഞാൻ അത് കളഞ്ഞിട്ട് ഞാൻ ഈ സൈക്കോളജി ചൂസ് ചെയ്താൽ എനിക്കത് സക്സസ്ഫുൾ ആവുമെന്നും അറിഞ്ഞൂടാ. അപ്പൊ നമ്മളിത് മീനാക്ഷി നല്ലൊരു സൈക്കോളജിസ്റ്റ്. അപ്പൊ എനിക്ക് അതും ഇല്ല ഇതും ഇല്ല. എല്ലാവർക്കും മീനാക്ഷിയുടെ അടുത്ത് തോന്നും. അത് ഞാൻ എക്സാമ്പിൾ പറയാം. എന്റെ അമ്മ സാധാരണ ഇന്റർവ്യൂസിന് പോകുമ്പോ ആരോ ഇന്റർവ്യൂ ആണെന്ന് ചോദിക്കും, ഓക്കെ ബൈ എന്ന് പറയും. അമ്മ ഇന്ന് മീനാക്ഷിയുടെ ഇന്റർവ്യൂ അയ്യോ അത് പറയണേ എന്ന് പറഞ്ഞു എന്റെ ഒരു ചക്ക കൊടുത്തേക്കാം. എനിക്കത് കേൾക്കുന്ന എന്റെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ മേ ബി ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആരെയും ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ സൈക്കോളജിസ്റ്റുകളിൽ തന്നെ നമുക്കിപ്പം കൗൺസിലേഴ്സ് ആയാലും ഒക്കെ പല ആൾക്കാരെയും അവർക്കൊരു മോശം അനുഭവം ഉണ്ടായ കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ആ സമയത്ത് അവിടെ പോയത് എന്ന് ചോദിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. നിങ്ങൾ എന്തിനാണ് അത് ഇട്ടത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ നിന്നും മാറ്റപ്പെടുത്തി അങ്ങനെ ഒരു സ്പേസ് മാറി ഞാൻ വേറെ തന്നെ ഒരു സ്പേസ് ആയിട്ട് അങ്ങനെ അല്ലാത്തൊരു ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ സൂപ്പർ, ഇഷ്ടപ്പെട്ടു, നല്ല ആൻസർ. ഓക്കെ, ഒരു ഡിബേറ്റ് സ്റ്റേജിൽ കിട്ടി, എന്ത് ടോപ്പിക്കിൽ ഡിബേറ്റ് ചെയ്യാനാണ് മീനൂട്ടിക്ക് ഏറ്റവും ഇഷ്ടം? അതെനിക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള എന്ത് ടോപ്പിക്കിലും എനിക്ക് ഡിബേറ്റ് ചെയ്യാം. അത് ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടുള്ള എന്ത് കാര്യത്തിലും
എനിക്ക് തർക്കിക്കാം, അതിലെനിക്ക് വിഷയമില്ല. എന്ന് വെച്ചാൽ ഞാൻ വഴക്കിടാൻ എന്നല്ല ആ, ഇല്ല, ഡിബേറ്റ് points ഇൻ ദ raise സെൻസ്. ചെയ്യാം. അതായത് എനിക്കത് ഞാൻ പറഞ്ഞ സ്ഥലത്ത് എനിക്ക് നിൽക്കാൻ പറ്റും, അവിടുന്ന് മാറ്റാൻ പറ്റില്ല ആർക്കും, അടിപൊളി. അതെനിക്കറിയാം. വിച്ച് വൺ ഗിവ്സ് യു മോർ പവർ, മൈക്കാണോ ക്യാമറയാണോ? ക്യാമറ. ക്യാമറയാണ്. ഉറപ്പായിട്ടും 110% അതെ. കാരണം ഇപ്പം ഞാൻ ആങ്കർ ചെയ്യുന്നുണ്ട്, ഞാൻ ടോപ്പ് സിംഗറിൽ ആങ്കർ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് ടോപ്പ് സിംഗറിൽ എത്തുന്നത്. അപ്പം അവിടെയുള്ള എല്ലാ ആൾക്കാരും എനിക്ക് എന്റെ വീട്ടിലെ പോലെയാ. അപ്പൊ എനിക്ക് എന്തും പറയാം, ഞാനിങ്ങനെ ബ്ലാ 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 എന്ന് സംസാരിക്കും. അപ്പൊ അവിടെ ഞാൻ എന്ത് സംസാരിച്ചാലും ഇപ്പൊ ഞാൻ പറയുന്നത് തെറ്റിപ്പോയാൽ എന്നെ തിരുത്താനായിട്ട് ക്യാമറ റോളിംഗ് ആണെങ്കിലും എന്നെ, അതിപ്പം എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ പറ്റും, മീനൂട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് എനിക്ക് പല സാഹചര്യത്തിൽ പറഞ്ഞു തരാറുണ്ട്. ഇനിയിപ്പോ ശരിയാണെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ കുഴപ്പമില്ല. പക്ഷെ അതിന് പുറത്തോട്ടിറങ്ങി എന്റെ കയ്യിൽ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയുള്ള സംസാരങ്ങൾക്ക് എനിക്ക് ഓക്കെയാണ്. പക്ഷെ അതല്ലാതെ ആങ്കറിംഗ് ആണ് ചോദിച്ചത്, ആങ്കറിംഗ് അപ്പൊ ആങ്കറിംഗ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല. ഒരു ആങ്കർ ആയിരിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ്. കാരണം നമുക്കൊരു ടൈം മാനേജ്മെന്റ് സ്കില്ല് വേണം. പിന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഇതെല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നല്ലേ. പക്ഷെ നമുക്ക് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഗസ്റ്റുകളെ പറ്റി ഒരു കൃത്യമായിട്ടൊരു അറിവ് വേണം. അപ്പൊ അതൊക്കെ നിർബന്ധമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ടോപ്പ് സിംഗറിൽ നിൽക്കുമ്പോൾ അതെന്റെ കംഫോർട്ട്സ് ആണ്. എന്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്ന് അവരെ ട്രീറ്റ് ചെയ്യാൻ എനിക്ക് നന്നായി അറിയാം. അപ്പൊ ടോപ്പ് സിംഗർ വന്നാലും എനിക്ക് അറിയില്ലെങ്കിൽ, എനിക്ക് അവരുടെ ഒരു സിനിമ അറിയില്ലെങ്കിൽ, എനിക്ക് വേണമെങ്കിൽ അവിടെ ഉള്ള ജഡ്ജസിനോടോ ആരോടെങ്കിലും ചോദിക്കാം അത് ഏതായിരുന്നു അത്, അല്ലെങ്കിൽ അത് അങ്ങനെ ചോദിക്കാം. പക്ഷെ അതെനിക്ക് അങ്ങനെ ഒരു കംഫോർട്ട് സോൺ ഉള്ളത് കൊണ്ടാണ്. ഞാൻ പുറത്തിറങ്ങിയാൽ ഞാൻ അങ്ങനെ ഒരു കംഫോർട്ട് സോൺ ചൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ അവിടെ സ്റ്റേജിൽ കയറി എന്റെ കയ്യിൽ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഗ്രാം മൊത്തം ഈ ആങ്കറിനെ വിശ്വസിച്ചാണ് നിൽക്കുക. അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കയ്യിൽ ഈ കുട്ടിക്ക് ഇതെല്ലാം അറിയാം എന്ന് പൊതുജനത്തിലൊരു തോന്നലുണ്ടാവും. നമ്മുടെ കയ്യിൽ മൈക്ക് ഇരിക്കുമ്പോൾ അത് അവർക്ക് അറിയായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അത് അറിഞ്ഞ ആള് മാത്രമേ അവിടെ നിൽക്കാവൂ എന്നൊരു തോന്നലുണ്ട്. ആ തോന്നലുള്ള ആളാണ് ഞാൻ. അപ്പൊ അവരെ പറ്റി കൃത്യമായി അറിഞ്ഞിരിക്കണം നമ്മൾ എന്നൊരു തോന്നലുണ്ട്. പിന്നെ കൃത്യമായി നമുക്കിപ്പോ ഒരാൾ സംസാരിക്കുന്ന സമയം കൂടി പോയാൽ എനിക്ക് ഇടയ്ക്ക് കയറാൻ തീരെ പറ്റാത്ത ആളാണ്. ഇപ്പം ചേച്ചി എത്ര നേരം അത് നിങ്ങൾക്ക് വളരെ കൃത്യമായി അറിയായിരിക്കുമല്ലോ. ഇപ്പം ഞാനിപ്പോ കുറെ നേരം സംസാരിച്ചാൽ ചേച്ചിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ചേച്ചി എന്നെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് ചേച്ചിക്ക് പറയാം നമ്മൾ അടുത്ത സംസാരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു സ്കില്ലില്ല. അപ്പൊ ഞാൻ വളരെ ബുദ്ധിമുട്ടി വിക്കിയാവും ചോദിക്കാം. അതെ അങ്ങനെ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഭയങ്കര എനിക്കറിയത്തില്ല അതെങ്ങനെയാ പറയേണ്ടതെന്ന്. ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും അപ്പോൾ. കാരണം അവര് വളരെ സത്യസന്ധമായിട്ടൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ച് അത് ഇടയ്ക്ക് കയറി ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ കുറേ സ്കിൽ ആവശ്യമാണ് ആങ്കറിങ്ങിന്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയുള്ള ഒരു വശമാണ് ആങ്കറിങ് എന്ന് പറയുന്നത്. പക്ഷെ ക്യാമറ എന്ന് പറയുന്നത് അതെന്റെ വളരെ കംഫോർട്ട് സോൺ ആണ്. അപ്പൊ അതെനിക്ക് ഇപ്പം സിനിമയായാലും ഒക്കെ അതെനിക്കിപ്പോ ഒരു ഇത് പറഞ്ഞു തന്നാൽ, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെനിക്ക് ചെയ്യാം. മൂവി ഓർ ആങ്കറിംഗ് എന്ന് ചോദിച്ചാലും ഏറ്റവും അധികം ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യുന്നത് മൂവീസ് തന്നെയാണ്. അതർവൈസ് മൂവീസ് മീൻ ടു യു? എനിക്കറിയില്ല. ഞാൻ കുഞ്ഞിലെ തൊട്ടേ ഈ ഒരു ഫീൽഡിൽ വന്നതുകൊണ്ട് എനിക്കത് വളരെ ഇഷ്ടമുള്ള പരിപാടിയാണ്. ആൾക്കാർ ഞാൻ ചെയ്യുമ്പോൾ എന്റെ മനസ്സിലുണ്ട് ഇത് കഴിയുമ്പോൾ ഇവരത് നന്നായിട്ടുണ്ട് എന്ന് പറയും എന്നുള്ളത്. അപ്പോ അതിലെനിക്കൊരു സുഖം കിട്ടുന്നുണ്ട് ആക്ച്വലി. എന്നുവെച്ചാൽ ഞാനിപ്പം ഒരു ഷോട്ട് എടുത്ത് കഴിയുന്ന സമയത്ത് നമുക്കറിയാലോ, നമ്മളിത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കരയുന്ന ഒരു സീനാണെങ്കിൽ ഞാൻ ഈ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നും ഇത് കഴിയുമ്പോൾ ഇവര് നന്നായിട്ടുണ്ടെന്ന് പറയുന്നത്. അത് നമുക്ക് തരുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. ഹൈ ആണ്. അപ്പൊ നമ്മൾ ഭയങ്കര ഹൈ ആവും, നമുക്ക് ഭയങ്കര ഹാപ്പി ആവും. നമ്മൾ അത് കഴിയുമ്പോൾ അവരെങ്ങനെ പറയുന്നു എന്നുള്ളത് നമ്മളെ ഭയങ്കര ഹാപ്പി ആർട്ടിസ്റ്റിന്റെ ഒരു. അപ്പൊ ഞാനത് അപ്പൊ തന്നെ എന്റെ അച്ഛനെയും അമ്മേനെയും വിളിച്ച് പറയുകയും ചെയ്യും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ ഇങ്ങനെ കരയുന്നു. അതുപോലൊരു ഷോട്ടായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടിയില്. അതില് പ്രിയ ചേച്ചി ഞാനും കൂടെ ഉള്ളൊരു ഷോട്ട് ഉണ്ട്. അപ്പോ അതില് പ്രിയ ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇരുന്ന് കരയുന്ന ഒരു ഷോട്ട് ഉണ്ട്. അപ്പൊ അത് ഭയങ്കര, അതൊരു പെൺകുട്ടിയുടെ ഏറ്റവും മോശം സിറ്റുവേഷൻ ആണ്. അടിപൊളിയായിട്ട് ചെയ്തു, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇമോഷണലി ഭയങ്കര ടച്ച് ചെയ്തു ആ പാർട്ട്. സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ അത് ചെയ്യുമ്പോ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതായത് ഇത് നമ്മളിങ്ങനെ ചെയ്യണം, നമ്മൾ ഭയങ്കരമായിട്ട് കരയണം. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. അതിന് മുന്നേ ഒന്നും എനിക്കൊന്നും ഫീൽ ഒന്നും ചെയ്യില്ല. അതായത് ഞാൻ ഇപ്പൊ ചില ആൾക്കാർ പറയില്ലേ നമുക്ക് എന്തെങ്കിലും വിഷമമുള്ള കാര്യം ആലോചിച്ചാണ് നമ്മൾ, എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല. പക്ഷെ ഇത് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. എന്റെ മുഖം ഞാൻ യൂഷ്വലി എന്റെ ഓൺ ക്യാരക്ടർ ഞാൻ ഭയങ്കര എക്സ്പ്രസീവാ. എനിക്ക് സന്തോഷം വന്നാൽ എന്റെ ചിരി നിർത്തണേ വലിയ പാടാ. ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കും. അപ്പോ എനിക്ക് സങ്കടം വന്നാലും അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് കരയും മീൻസ് എന്റെ മുഖത്തത് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട്, ഞാൻ വിതുമ്പൊന്നും അല്ല ചെയ്യാൻ, ഞാൻ ഭയങ്കരമായിട്ട് കരയും. അപ്പോ അതുകൊണ്ട് എനിക്കറിയാം എങ്ങനെയാണ് കരയുമ്പോൾ മുഖം ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ എനിക്കത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാരും നന്നായിട്ടുണ്ട് പറയും. എനിക്കത് ഭയങ്കര ഉറപ്പാ. അങ്ങനെ നമ്മുടെ മനസ്സിലൊരു ഉറപ്പ് തോന്നുന്നത്
അത് പ്യുവർ കോൺഫിഡൻസാ. അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടുക എന്ന് പറയുന്നത് അത് അമർ അക്ബർ അന്തോണിയില് പൃഥ്വിരാജ് പറഞ്ഞ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും തെറ്റിച്ചിട്ട് ആ കൊച്ചു പറയും കുഴപ്പമില്ല, എന്നിട്ട് അത് കറക്റ്റ്. അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോ. ഞാൻ വലിയൊരു പൃഥ്വിരാജ് ഫാനാ. അപ്പൊ ഞാൻ ആ വീഡിയോ സേവ് ചെയ്ത് വെക്കും. ഞാൻ അവർക്ക് രാജ്യങ്ങൾ എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം. ഇല്ല, അത്രയും ഒരു പ്രൊഫഷണലിസം ഉള്ളിലുള്ളത് കൊണ്ടാണ്. പക്ഷെ അതൊന്നും നമുക്ക് ആ സമയത്ത് അറിയില്ല. അറിയില്ല. കാരണം അത് ഒരു 10 വയസ്സോ എങ്ങാനുമാണ് ആ ഫിലിം ചെയ്യുമ്പോൾ. പക്ഷെ ഇപ്പൊ എനിക്കിങ്ങനെ മൂവീസ് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യമാണല്ലോ നമ്മുടെ ഒരു പാഷൻ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഇത് ചെയ്യുന്നത്. അമർ അക്ബർ അന്തോണിയില് അത് ചെയ്യാനുള്ള ഒരു മെന്റലി അത് നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് അറിഞ്ഞൂടാ. അറിയില്ല, നാച്ചുറലി ആ ഒരു അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി ഇപ്പൊ നമുക്ക് നന്നായിട്ട് പറഞ്ഞു തന്നോണ്ടായിരിക്കും. ചിലപ്പോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം. അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അതെങ്ങനെയാ. ഇൻബോൺ ആക്ടർ കുഞ്ഞിലേ ഉണ്ടായിരുന്നിരിക്കും, അതുകൊണ്ടായിരിക്കാം. അയ്യോ, അങ്ങനെ കേൾക്കുമ്പോ എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെയാ ഇപ്പൊ എങ്ങനെയാ അത് ചെയ്തതെന്ന് ചോദിച്ചാൽ അപ്പൊ നമുക്ക് കൃത്യമായ ഒരു ബോധമുള്ള സമയമല്ലല്ലോ. അതുകൊണ്ട് നമ്മളത് ഓർത്തു വെക്കുന്നില്ല അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തായിരുന്നു എന്നൊന്നും. ഒപ്പത്തിലൊക്കെ ചെയ്യുമ്പോൾ ലാലേട്ടൻ ഒപ്പമുള്ള ഏതെങ്കിലും അത് ശരിക്കും ലാലങ്ങൾ ചെയ്യുന്നതിനോട് നമ്മൾ ഓപ്പോസിറ്റ് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റൂ നമുക്ക്. അതിപ്പോ എന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ലാലേട്ടന്റെ കൂടെ മോശമായി അഭിനയിച്ച ആളുകൾ ആരും ഉണ്ടാവില്ല. കാരണം ലാലേട്ടന്റെ കൂടെ അല്ലെങ്കിൽ എനിക്ക് അത്രയും ഇഷ്ടമുള്ള ലാലങ്ങളുടെ കൂടെ നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സമയത്ത് ആ മുഖത്ത് വരുന്നതിന്റെ റിയാക്ഷനെ സ്വാഭാവികമായിട്ട് നമ്മുടെ മുഖത്ത് വരും. അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത് അതാ. ഞാൻ അത് ചെയ്യുമ്പോഴും 10-11 വയസ്സാവും. അമർ അക്ബർ ചെയ്യുമ്പോൾ ഒരു 9 വയസ്സ്, ഒപ്പം ചെയ്യുമ്പോൾ 10 വയസ്സ്, അങ്ങനെയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. അപ്പൊ ഈ 10-11 വയസ്സിലൊക്കെ നമുക്ക് അതിനപ്പുറത്തേക്ക് എന്ത് ചിന്തിക്കാനാണ്. അപ്പൊ അങ്ങനെ വരുന്നതായിരിക്കാം മേ ബി എന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഇപ്പൊ കുറച്ചുകൂടെ ഓഫീസറും ഇപ്പൊ പ്രൈവറ്റും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നമുക്ക് മനസ്സിലാവുക ഞാൻ ഇത് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുക. ഫ്യൂച്ചർ കാണുന്ന സിനിമയിൽ എന്തൊക്കെയാ ആഗ്രഹം? അല്ല, സിനിമയിൽ എനിക്ക് ഞാനങ്ങനെ ഫ്യൂച്ചർ ഒന്നും കാണുന്നില്ല. ഞാനിങ്ങനെ അതൊക്കെ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരിക്കും. സിനിമ നമുക്ക് എപ്പോഴും സിനിമയ്ക്ക് നമ്മളെ തീരെ ആവശ്യമില്ലാത്ത ആൾക്കാരാണ്, നമുക്കാണ് ഇത് ആവശ്യമുള്ളത്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ എല്ലാ കാലത്തും എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ എനിക്ക് എല്ലാ സമയത്തും നല്ല ക്യാരക്ടേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുമെന്നോ ഒന്നും എനിക്ക് ഉറപ്പുള്ള ആളെയല്ല ഞാൻ. അതുകൊണ്ട് സിനിമയിൽ എനിക്ക് അങ്ങനെ വലിയ ഭാവിയോ ഫ്യൂച്ചറോ ഒന്നും എനിക്ക് ഇപ്പഴേ കാണാൻ പറ്റുന്നില്ല. എന്താണോ വരുന്നത് ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് പോവുക എന്നുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു രീതിയിൽ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യതിചലനം നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ലേ? ലൈക്ക് ഒരു ടൈമിൽ ഒരു ഡെയിലി 10 പോസ്റ്റ് വെച്ചിടുന്ന ആൾക്കാർ പോലും കുറെ അധികം കാലങ്ങൾ കഴിഞ്ഞിട്ട് പിന്നീട് ആ പോസ്റ്റുകൾ തീരെ പോസ്റ്റ് ചെയ്യാൻ മൂടില്ലാത്ത രീതിയിലേക്ക് വരുന്നു. പല പ്ലാറ്റ്ഫോംസും യൂസ് ചെയ്യുന്ന രീതികൾ പല ഇപ്പം ഒരു കാലഘട്ടത്തിൽ ഫേസ്ബുക്ക് ആയിരുന്നു ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നത്, പിന്നീട് ഇൻസ്റ്റാഗ്രാമിലേക്കായി മാറി, ഫേസ്ബുക്കിന് ഒരു പ്രത്യേക ഓഡിയൻസ് ആയി. അപ്പൊ ഈ ഒരു മാറ്റത്തിനെ എങ്ങനെയാ നോക്കി കാണുന്നത് മീനാക്ഷി? ആ മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാവും, ഇനി മുന്നോട്ടും ഉണ്ടാവും. അതിന് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലാത്ത കാര്യമാണ്. നമ്മുടെ ചിന്താഗതി വളരുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒരു 10 വർഷം മുന്നേ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല നമുക്കിപ്പോൾ ഉള്ളത്. 10 വർഷം മുന്നേ നമുക്ക് ഒരു ഫേസ്ബുക്കിനെ കൊണ്ട് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഫേസ്ബുക്കിനെ കൊണ്ട് മാത്രം അത് സാധിക്കില്ല. ഇന്ന് നമുക്ക് എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോംസ് ഒരുപാടാണ്. അപ്പൊ നമ്മുടെ ചിന്താഗതി മാറുന്നു, ടെക്നോളജീസ് മാറുന്നു. അപ്പൊ ഇതിൽ അത്ര അപ്ഡേറ്റ്സ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അടുത്ത ഒരു സാധനം വരട്ടെ, അത് വരുമ്പോൾ നമുക്ക് അതിനോടൊരു ഇഷ്ടക്കൂടുതൽ. ഇപ്പം ഫേസ്ബുക്കിൽ ഇല്ലാത്ത പല ഫീച്ചേഴ്സും കൊണ്ട് മറ്റൊരു ആപ്പ് നാളെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പല ആൾക്കാർക്കും അതായിരിക്കും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുക അതിലായിരിക്കും. അപ്പൊ നമ്മുടെ ചിന്താഗതി മാറുന്നുണ്ട്, ജനറേഷൻ മാറുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാ കാലത്തും ഒരു പുതിയ തലമുറയും ഒരു പഴയ തലമുറയും ഉണ്ടാവും. വരും കാലത്തിന്റെ പഴയ തലമുറകളാണ് നമ്മളെല്ലാ ആളുകളും. അപ്പം ഇപ്പൊ ഫേസ്ബുക്കിലുള്ള ആളുകളെ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് അതൊക്കെ പണ്ടത്തെ ആൾക്കാരാണ്, ഇപ്പൊ ഫേസ്ബുക്കിലുള്ളത് മൊത്തം പ്രായം ചെന്ന ആളുകളാണ് എന്നുള്ളത്. അവരുടെ സമയത്ത് വളരെ ന്യൂജനായിട്ട് വന്ന സാധനമാണ് ഈ പറയുന്ന ഫേസ്ബുക്ക് എന്നുള്ളത്. അത് ഏറ്റവും നന്നായി ആഘോഷിച്ചിട്ടുള്ളതും അത് ഏറ്റവും നന്നായി യൂസ് ചെയ്യുന്നതും ഈ പറയുന്ന പ്രായമുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഈ ഫേസ്ബുക്കിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടെ എഴുത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആപ്പാണ്, അല്ലെങ്കിൽ വായനയ്ക്ക് പ്രാധാന്യം. ഇപ്പം ഞാനിങ്ങനെ നെടുനീളൻ കുറിപ്പുകളൊക്കെ എഴുതിയിടുന്ന സമയത്ത് അത് ഫേസ്ബുക്കിലാണെങ്കിൽ മാത്രമേ വായിക്കൂ. അതിപ്പോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ക്യാപ്ഷൻ കൂടുതൽ എഴുതിയിട്ടാ അത് വായിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു പകുതിയൊക്കെ വായിച്ചിട്ട് നമ്മളങ്ങ് നിർത്തും. കാരണം ആ പ്ലാറ്റ്ഫോം കൂടുതലും അതിനുള്ള ഓഡിയൻസ് അല്ല അത് വായിക്കാറ്. അത് നമ്മുടെ കൂടുതലും ഒരു ടൈം പാസ് ആണ്. നമ്മുടെ സമയം വേഗം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഇൻസ്റ്റഗ്രാം ഒക്കെ ഈ റീൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ FB കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കാര്യങ്ങളെ പറ്റി അറിയാനും എന്തൊക്കെ നടക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളെ പറ്റിയൊക്കെ അറിയാനും ഒക്കെയുള്ളൊരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അപ്പൊ എല്ലാം പലതരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. അതിനിപ്പോ കുറച്ച് ഒരു 10 കൊല്ലവും കൂടി കഴിയുമ്പോൾ ഇതിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതിൽ മനുഷ്യന്മാരുടെ ചിന്താഗതി മാറ്റങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർ വളരെയധികം ഇറസ്പോൺസിബിൾ ആകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എന്തും ആരെയും പറയാവുന്ന ഒരു സൈഡ്. അത് മാത്രമല്ല
മീഡിയ ആയാലും നല്ല രീതിയിൽ ഈ ഒരു എന്താ അവരുടെ ജേർണലിസം അല്ലെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അതിനെ വളരെ മോശമായിട്ട് ബാക്കിയുള്ളവർക്കും കൂടെ ചീത്തപ്പേര് വാങ്ങിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് ഒക്കെ മാറുന്ന രീതിയിലുള്ള ഒരു പ്രവണത സോഷ്യൽ മീഡിയ വേണ്ടുന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് അത് ഇവിടെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമ്മൾ ഇവിടെ നിന്ന് ആരെ എന്ത് പറഞ്ഞാലും ആരും അറിയാൻ പോകുന്നില്ല എന്നൊരു മനോഭാവം ഉള്ളത് കൊണ്ടും കൂടി ആയിരിക്കാം. ഇപ്പൊ നമ്മള് പണ്ട് ഈ ഇതൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് പറഞ്ഞു കേൾക്കാലോ. ഇപ്പൊ ഒരു കവലയിൽ ഇരിക്കുകയാണ് നമ്മളെല്ലാരും, ഇപ്പൊ ഞാനും ചേച്ചിയും നമ്മുടെ ജനറേഷനിലുള്ള കുറച്ച് പേര് കൂടി നമ്മൾ ഇരിക്കുന്നു. നമുക്ക് ഇഷ്ടമല്ലാത്ത തരത്തിൽ വസ്ത്രം ധരിച്ച് ഒരാൾ അവിടെ കൂടെ പോകുന്നു. നമ്മൾ ഒരിക്കലും അപ്പം നമുക്ക് രണ്ടിനും അത് ഇഷ്ടപ്പെട്ടില്ല, ബാക്കി ചുറ്റുമുള്ളവർക്കൊന്നും അത് കുഴപ്പമില്ല. അപ്പം ഞാനും ചേച്ചിയും ഒരിക്കലും അവിടെ തുറന്നു പറയാൻ പോകുന്നില്ല, ഇതെന്താ ഇതിട്ടിരിക്കുന്നത്, ഇതിനെന്താ ഇത്ര ഇറക്കക്കുറവ്, അല്ലെങ്കിൽ ഇവര് വളരെ എക്സ്പോസ്ഡ് ആയിട്ടാണല്ലോ വസ്ത്രം. കാരണം നമുക്കറിയാം നമ്മുടെ കൂടെയുള്ള ബാക്കി ആളുകളെല്ലാം നമ്മളെ അപ്പം മോശപ്പെട്ട ഒരാളായി കാണും. അല്ലെങ്കിൽ ഇവരിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യേ ഇവരത് എന്തൊരു ആൾക്കാരാ, അല്ലെങ്കിൽ ഇവരെന്താ ഇവർ രണ്ടുപേരും ഇങ്ങനെ ചിന്തിക്കുന്നത്, അവരുടെ ചിന്താഗതി മോശമാണ് എന്ന് ബാക്കി എല്ലാവർക്കും മനസ്സിലാവും എന്ന് നമുക്കറിയാം. പക്ഷെ ഇന്നൊരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഏതോ ആവട്ടെ, അവിടെ ഇരുന്നിട്ട് ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി നമ്മളിത് പറഞ്ഞാൽ നമ്മളെ ആർക്കും അറിയില്ല. അപ്പൊ നമുക്ക് തോന്നുന്നത് എന്തും പറയാം, നമുക്ക് തോന്നാത്തതും പറയാം. ഒരാളെ ആക്ഷേപിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ടോ നമുക്ക് എന്തും വിളിച്ചു പറയാം. പക്ഷെ നമ്മൾ ആരും ഇതിലൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് തോന്നുന്ന ഒരു കൂട്ടം ആൾക്കാര് ഇതിന്റെ പുറകിലിരുന്ന് എന്തൊക്കെയോ എഴുതി വിടുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്, അത് വാസ്തവമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇടുന്ന പോസ്റ്റുകളായാലും അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളായാലും ഇത് സോഷ്യൽ മീഡിയ ആണെന്നും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല, എന്റെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നവരും യോജിക്കാത്തവരും ഒരേപോലെ ഇത് കേൾക്കുന്ന ആള് ഒരു സ്ഥലത്തേക്കാണ് ഞാനിത് തുറന്നു വിടുന്നതെന്ന് 100% ബോധ്യം അത് അവരെക്കാൾ കൂടുതൽ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനോട് മടിയൊന്നുമില്ല. അവരെന്ത് പറഞ്ഞാലും അതെനിക്ക് പ്രശ്നമേ അല്ല. പക്ഷെ നന്നായി അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളുണ്ട്, അതൊരു നെഗറ്റീവ് റെസ്പോൺസ് ആയിട്ട് ഞാൻ കാണുന്നില്ല. നന്നായി മോളെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് അവരുടെ അഭിപ്രായം എന്റെ അടുത്തുനിന്ന് വേറെ ആയിരിക്കാം. അപ്പൊ അവരത് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഈ FB-ലെ കമന്റ് സെക്ഷനിൽ തന്നെ നടക്കാറുമുണ്ട്. അതെടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. റിപ്ലൈ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പോ പക്ഷെ അതുപോലെ ആയിരിക്കില്ല ഈ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു ഫോട്ടോ മിസ്യൂസ് ചെയ്യുന്നതോ അങ്ങനെ ഒന്നും, അതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല. അപ്പൊ അതിന് പേരില് അന്നും ഞാൻ വേണ്ട പോലെ മൂവ് ചെയ്തിട്ടുണ്ട്, ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്, ഇന്നും അത് ചെയ്യുന്ന ആളാണ്. അതിനൊരു മടിയും കാണിക്കാത്ത ആളാണ്. അപ്പൊ അതെല്ലാരും അങ്ങനെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഒരു പേടി വരത്തുള്ളൂ. അത് പേടിയില്ല. അവര് പേടിച്ചത് കൊണ്ട് നമുക്കൊന്നും കിട്ടാനോ കിട്ടാതിരിക്കാനോ പോകുന്നില്ല. അവര് പറഞ്ഞത് കൊണ്ടും നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാളെ ഒരു പ്രാവശ്യം അവർ ഇടുന്നതിന് മുമ്പ് അവർക്ക് എതിരെ ലീഗൽ ആക്ഷൻ വരുന്ന ഒരു തോട്ട് അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് അല്ല, ലീഗൽ ആക്ഷൻ വരുന്നത് കൊണ്ട് ഇത് കുറഞ്ഞു വരും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവരുടെ മനസ്സിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയോ ചിന്തകളെ നമ്മൾ മാറ്റുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഒരു പ്രാവശ്യം അവരെ പിടിച്ചത് കൊണ്ട് അവർക്കൊരു പെൺകുട്ടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരിക്കലും ഇവനിന് ഇങ്ങനെ തോന്നില്ല, കാരണം അവനെ ഒന്ന് പോലീസ് പിടിച്ചല്ലോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ മാനസികാവസ്ഥ എന്നും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ അവരത് പുറത്തെടുക്കാൻ അവർ എന്തൊക്കെയോ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതാണല്ലോ നമ്മൾ ഈ പറയുന്ന സിവിക് സെൻസ് കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറെ പേര് അടങ്ങുന്ന ഒരു സൊസൈറ്റിയിലാണ്, ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ മൂലം എല്ലാവരും പല സ്വഭാവ സവിശേഷതകളുള്ള ആൾക്കാരാണ്. ഇപ്പം പലരും പല രീതിക്ക് അട്രാക്റ്റഡ് ആവുന്ന ആൾക്കാരാണ്. പലർക്കും പല ഇഷ്ടങ്ങളാണുള്ളത്. അപ്പൊ അതെല്ലാം എല്ലായിടത്തും തുറന്നു കാണിക്കേണ്ട സാധനങ്ങളല്ലല്ലോ. നമ്മളത് മനസ്സിലാക്കുക, നമ്മളത് നമ്മുടെ ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനത്തെ ഒരാളാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് മീനാക്ഷി. തിരക്കിന്റെ ഒക്കെ ഇടയിൽ ഓടി വന്ന് എടുത്തൊരു ഇന്റർവ്യൂ ആണ്. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി. എന്ത് ചോദിച്ചാലും മീനാക്ഷിക്ക് ഒരു ഉത്തരം ഉണ്ടെന്നുള്ളതാണ് മീനാക്ഷിയുടെ ഇന്റർവ്യൂ എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഐ എം വെരി ഹാപ്പി. ഇതുപോലെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് വളരെ ജനറസ് ആയിട്ട് എല്ലാവരോടും സംസാരിക്കുക. വിഷിംഗ് യു വെരി 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 ഗുഡ് ആൻഡ് ഹാപ്പി ലൈഫ്. താങ്ക് യു.